ഇതാണ് ഏറ്റവും പുതിയ 2025 TVS Ronin ബേസ് മോഡൽ. ഓൾറെഡി നിങ്ങൾ TVS Roninൻ്റെ മിഡിൽ വേരിയൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒത്തിരി പേര് നമുക്ക് ബേസ് വേരിയൻറ്റും കൂടെ റിവ്യൂ ചെയ്യണമെന്നുള്ള കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. സോ ഫൈനലി നമ്മളിതാ ബേസ് മോഡലുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ഒരു ബേസ് മോഡൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ്, ഇതും ഹയർ മോഡൽസുമായിട്ട് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്താണ്, ഇതെങ്ങനെയുണ്ട് നമുക്ക് ഓടിക്കാൻ എന്നുള്ള കാര്യങ്ങളായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി എല്ലാ വീഡിയോയിലും എനിക്കിതിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ടതായിട്ട് വരികയാണ്. ഗൈസ്, നിങ്ങൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കാരണം യൂട്യൂബ് അനലിറ്റിക്സ് നമുക്ക് കാണിച്ചു തരുന്നത് ചാനലിൽ കാണുന്ന റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതിൽ 80% ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരുന്നിട്ടാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പല കാരണങ്ങളാൽ നിങ്ങൾ വീഡിയോ കാണുന്ന ഇടയ്ക്ക് അത് മറന്നു പോകുന്നതാവാം, നമുക്കറിയാം. സോ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് കാണുക. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള പുതിയ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഇത്രയും നല്ല വിഷ്വൽ ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഗൈസ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗ്രോ ടുഗദർ. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു വണ്ടി നമുക്ക് റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് കോട്ടയം TVS ആണ്. കോട്ടയം TVSൻ്റെ കോട്ടയം ജില്ലയിൽ ഏകദേശം 6ഓളം ഷോറൂംസ് അവൈലബിൾ ആയിട്ടുണ്ട്. TVSൻ്റെ എല്ലാ സ്കൂട്ടേഴ്സും മോട്ടോർ സൈക്കിൾസും അവിടെ അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആൻഡ് പ്രീമിയം മോട്ടോർ സൈക്കിൾസ്. സോ നിങ്ങൾക്ക് TVS സ്കൂട്ടേഴ്സ് ആൻഡ് മോട്ടോർ സൈക്കിൾസിൻ്റെ സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്ട് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും കോട്ടയം TVSനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ നമുക്ക് മെയിനായിട്ടും 2 കളർ സ്കീംസ് ആണ് വരുന്നത്. ഒന്ന് ലൈറ്റ്നിങ് ബ്ലാക്ക് എന്ന് പറയുന്ന ഏറ്റവും ബേസ് വണ്ടി, അതിനുശേഷം വരുന്നതാണ് ഈ കാണുന്ന മാഗ്മ റെഡ് എന്ന് പറയുന്ന വണ്ടി. ഈ 2 മോഡലുകൾ തമ്മിൽ ഏകദേശം 3000 രൂപയുടെ ഡിഫറൻസ് ആണ് നമുക്ക് വരുന്നത്. കളറിലുള്ള വ്യത്യാസം മാത്രമാണ് ഈ ഒരു 2 മോഡലുകളും തമ്മിൽ വരുന്നത്. അപ്പോൾ ആ ഒരു കളർ നിങ്ങൾക്ക് ഈ ഒരു റെഡ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 3000 കൂടെ പേ ചെയ്യേണ്ടി വരും. അതല്ല നിങ്ങൾക്ക് ഫുൾ ബ്ലാക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ്നിങ് ബ്ലാക്ക് എടുക്കാവുന്നതാണ്. 3000 രൂപ നിങ്ങൾക്ക് അവിടെ ലാഭിക്കാനും കൂടെ ചെയ്യാൻ സാധിക്കും. എക്സാക്ട് ഓൺ റോഡ് പ്രൈസ് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ബേസ് വേരിയൻ്റ് ആണെങ്കിൽ കൂടിയും ഈ ഒരു മാഗ്മ റെഡിന് വേണമെങ്കിൽ നമുക്കൊരു ഡുവൽ ടോൺ ഫിനിഷിംഗ് എന്ന് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു ടാങ്കും സൈഡ് ഫെൻഡറും ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിലത്തെ ഒരു ഫെൻഡർ വരുന്നത് ബ്ലാക്ക് കളറിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ഡുവൽ ടോൺ കളറായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ കമ്പനി സിംഗിൾ ടോൺ ആയിട്ടാണ് ലിസ്റ്റ് ചെയ്യുന്നത്. സെയിം T ഷേപ്ഡ് ആയിട്ടുള്ള LED ഹെഡ് ലാമ്പാണ് ഇതിലും വന്നിരിക്കുന്നത്. വലിയൊരു T ഷേപ്ഡ് ആയിട്ടുള്ള DRL ഫ്രണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 പോർട്ട് LED ലാമ്പുമാണ് വരുന്നത്. നേരത്തെ ഈ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് സിൽവർ കളറിലായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ഇതിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ കുറച്ചുകൂടെ വണ്ടിക്ക് നല്ല മെനയുണ്ട്. കുറച്ചുകൂടെ ഒരു സ്റ്റെൽത്തി ബ്ലാക്ക് ലുക്കിലേക്ക് മാറ്റാനായിട്ട് അത് സഹായിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മേലെയായിട്ട് നമുക്ക് 2 LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നുണ്ട് വിത്ത് ഹസാർഡ് ഫംഗ്ഷൻ. നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അത് ഈ ഒരു ബിൽഡിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഇലുമിനേഷൻ ആണെന്നുണ്ടെങ്കിലും നല്ല പ്രീമിയം ഫീൽ തരുന്നതാണ്. ഈ ഒരു പ്രൈസ് ബഡ്ജറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ഹെഡ് ലാമ്പും ലൈറ്റിംഗ്സും ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഷോവയുടെ പ്രീമിയം ക്വാളിറ്റി 41mm അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ സിറ്റിയിലാണെങ്കിലും ഹൈവേസിലാണെങ്കിലും ഓടിക്കുന്ന സമയത്ത് നല്ല സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു സസ്പെൻഷൻ്റെ ട്യൂണിങ് വന്നിട്ടുള്ളത്. ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് നല്ല രസമാണ് ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പിൽ. അതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇനി ബ്രേക്കിംഗ് ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 300mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതും 2 പിസ്റ്റൺ ആക്ച്വൽ കാലിപ്പറോട് കൂടിയിട്ട്. അതേപോലെ വീൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നത്. നേരത്തെ ഞാൻ ഷോക്ക് പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇത് ബ്ലാക്ക് കളേർഡ് ആയിട്ടാണ് നമുക്ക് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. എന്നാൽ മിഡിൽ വേരിയൻറ്റിലും ടോപ്പ് വേരിയൻറ്റിലും ഗോൾഡൻ കളേർഡ് ആയിട്ടുള്ള USD ഫോർക്കാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം വരുന്നത് ഈ കാണുന്ന ഈ ഒരു മഡ് ഗാർഡിൻ്റെ ക്ലാം പോർഷൻ വരുന്നത് ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ആയിട്ടാണ്, ഒരു മാറ്റ് ബ്ലാക്ക് കളറിലാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ഇത് സിൽവർ കളറാണ്. അപ്പോൾ ഒരുപാട് സിൽവറിൻ്റെ ടച്ച് മാറ്റി അതിനെ കൂടെ ബ്ലാക്ക് ആക്കി വണ്ടിക്ക് മൊത്തത്തിൽ കുറച്ചും കൂടെ പ്രീമിയം ലുക്ക് കൊടുത്തിരിക്കുകയാണ് TVS ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 110 സെക്ഷൻ്റെ ഫ്രണ്ട് ടയറാണ് കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയറാണ്. അതേപോലെ ബ്ലോക്ക് പാറ്റേൺ ടയറാണ്. അപ്പോൾ ഒരു സ്ക്രാംബ്ലറിഷ് ലുക്ക് ഈ ഒരു വണ്ടിക്ക് കിട്ടാനായിട്ട് ഈ ടയർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല മഴയത്താണെങ്കിലും ചള്ളയുള്ള കണ്ടീഷനിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡ്രൈ കണ്ടീഷനിലാണെങ്കിലും ഒരുപോലെ നല്ല ഗ്രിപ്പ് തരുന്ന പോലെയുള്ള TVSൻ്റെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു ടയറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലോർ സീരീസ് ടയേഴ്സ് ആണ്. റോണിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു സെറ്റ് ഓഫ് ടയറാണിത്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം നമുക്ക് 2000 രൂപയ്ക്കുള്ളിൽ തന്നെ ഫ്രണ്ട് ടയർ വാങ്ങാൻ പറ്റുമെന്നുള്ളതും വളരെ നല്ലൊരു കാര്യമാണ്. ഈ ഒരു 2025 റോണിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ പ്രീവിയസ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു റിയർ എൻഡിലാണ്. അതായത് നമുക്കിപ്പോൾ പുതിയ ഒരു ബാക്ക് ഫെൻഡർ ഡിസൈനാണ് വന്നിരിക്കുന്നത്. നേരത്തെ കുറച്ചും കൂടെ ഉരുണ്ട് ഇരിക്കുന്ന രീതിക്കായിരുന്നു വന്നിരുന്നത്. കുറച്ചും കൂടെ ഒരു ക്രൂയിസർ ടൈപ്പിലാണ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് കുറച്ചും കൂടെ ഷോർട്ട് ആക്കിയിട്ട് ഷാർപ്പാക്കി വണ്ണവും കുറച്ച് സ്ക്രാംബ്ലറിഷ് ടൈപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാലും ഒരു കംപ്ലീറ്റ് സ്ക്രാംബ്ലർ ഡിസൈൻ ഞാൻ ഇതിനെ വിളിക്കുകയില്ല. പക്ഷേ പഴയതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസൈനായിട്ടാണ് ഇപ്പോൾ ഇതെനിക്ക് ഫീൽ ചെയ്യുന്നത്. നേരത്തെ ഈ കാണുന്ന ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഈ ഒരു ഫെൻഡറിൻ്റെ സൈഡിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. എന്നാൽ അവിടുന്ന് മാറ്റിയിട്ട് ഇപ്പോൾ നമ്പർ പ്ലേറ്റ് ഹോൾഡറും ഇൻഡിക്കേറ്റർ ഹോൾഡറും എല്ലാം കൂടെ വേറൊരു സെപ്പറേറ്റ് പ്ലാസ്റ്റിക് പീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പീസിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. അടിപൊളി ബിൽഡ് ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റോണിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിരുന്നു ബാക്കി ഇരിക്കുന്ന ആളുടെ ദേഹത്തേക്ക് ചള്ളയടിക്കും എന്നുള്ളത്. അത് ഒഴിവാക്കാനും വേണ്ടി കമ്പനി തന്നെ
ഒരു സ്റ്റോക്ക് മഡ് ഗാർഡ് അല്ലെങ്കിൽ ഒരു ടയർ ഹഗ്ഗർ ഇപ്പോൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചള്ളയടി കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അതൊരു ലോങ് ടൈം റിവ്യൂവിന് നമ്മുടെ അടുത്ത് കിട്ടിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ഈ ഒരു ഷോർട്ട് റൈഡിനിടയ്ക്ക് മഴ പെയ്തിരുന്നു. ആ ഒരു മഴയെ തോടിച്ചപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലുള്ള ആ ഒരു റോണിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആ ഒരു ചള്ളയടി കുറഞ്ഞിരിക്കുന്നത് ഈ ഒരു റോണിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഈ ഒരു ചെയിൻ കവറിൽ വന്നിരിക്കുന്നത്. നേരത്തെ ഒരു ബെൽറ്റ് ഡ്രൈവ് പോലെയൊക്കെ നമുക്ക് തോന്നിപ്പിച്ചിരുന്ന തരത്തിലൊരു ചെയിൻ കവർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറ്റിയിട്ട് ഷോർട്ടാക്കി ഒരു ഹാഫ് ടൈപ്പ് ചെയിൻ കവറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മഡ് ഗാർഡിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റി കുറച്ചും കൂടെ ഷാർപ്പർ ആക്കാനായിട്ടും സ്ലീക്കർ ആക്കാനായിട്ടും TVS ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ ഈ ഒരു എക്സോസ്റ്റിൻ്റെ ടിപ്പ് വരുന്നതും ഒരു സിൽവർ കളറിലായിരുന്നു. അതും ഇപ്പോൾ ചേഞ്ച് ചെയ്ത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം സിൽവർ ഇപ്പം നമുക്കിതിൽ എങ്ങും തന്നെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം. ആകെ ബാഡ്ജിങ്ങുകൾ മാത്രമാണ് ആ ഒരു സിൽവർ കളറിൽ വന്നിരിക്കുന്നത്. ബാഡ്ജിങ്സ് എല്ലാം തന്നെ നമുക്ക് 3Dയുമാണ് വന്നിരിക്കുന്നത്, സ്റ്റിക്കറിംഗ് അല്ല. അപ്പോൾ അതും വണ്ടിയെ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ക് വീൽസ് ആൻഡ് ടയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 130 സെക്ഷൻ്റെ ബ്ലോക്ക് പാറ്റേൺ ടയറാണ് ബാക്കിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ 17 ഇഞ്ച് ഡയമണ്ട് കട്ട് ഫിനിഷുള്ള അലോയ് വീൽസും വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് 230 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ബേസ് വേരിയൻറ്റിൽ നമുക്ക് സിംഗിൾ ചാനൽ ABS കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വ്യത്യാസം. മിഡിലും ടോപ്പിലും ഇപ്പോൾ നമുക്ക് ഡുവൽ ചാനലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡുവൽ ചാനൽ ABS വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ റേഞ്ചിൽ നോക്കാൻ പറ്റുന്നത് ഈ ഒരു ബേസ് വേരിയൻറ്റ് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ആണ് റോണിൽ വന്നിരിക്കുന്നത്. കാരണം സീറ്റിൻ്റെ ലെങ്തും വിഡ്ത്തും കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പാഡിങ്ങിലും ചേഞ്ച് വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള റോണിനേക്കാളും കുറച്ചും കൂടെ സപ്പോർട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വെള്ളം ഇനി അകത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ ഉള്ള റോണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സീറ്റിൻ്റെ ആ ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കണം അതിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് പിന്നീട് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മുടെ ദേഹത്തേക്ക് ആവുന്ന രീതിക്കായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇപ്പം ഒരു പ്രോപ്പർ വാട്ടർ പ്രൂഫിങ്ങോട് കൂടിയിട്ടുള്ളൊരു സീറ്റ് കവർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം അകത്തേക്ക് അങ്ങനെ പോകുന്നില്ല, തിരിച്ച് നമ്മുടെ ദേഹത്തേക്കും പറ്റാനായിട്ടുള്ള സാധ്യതയും വരുന്നില്ല. സീറ്റിൻ്റെ സൈഡിൽ കൂടെ ഒരു റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ചിങ് ആണ് വന്നിരിക്കുന്നത്. റോണിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കുറച്ചും കൂടെ വണ്ടിയിൽ പ്രീമിയം ലുക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ആ ഒരു സീറ്റിംഗ് കംഫർട്ടിൽ വന്നിരിക്കുന്ന ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ ലോ സീറ്റ് ഹൈറ്റ് ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ് TVS റോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഹൈറ്റ് ഉള്ള ആളുകൾക്കും കംഫർട്ടബിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും ലേഡീസിനും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ബിഗിനേഴ്സിനും ഹൈറ്റ് കൂടിയ ആളുകൾക്കും കാല് തട്ടുന്നതായിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ സ്പേസ് ഇല്ലാത്തതായിട്ടുള്ള ഒരു പ്രശ്നമൊന്നും തന്നെ ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 179 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്നെ പോലെ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഓടിച്ചു നടക്കാൻ സാധിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ കൂടിയാണ്. ഡെയിലി കമ്മ്യൂട്ടിങ്ങിനായിട്ടും വീക്കെൻഡ് ലോങ് ട്രാവൽസിനായിട്ടും പറ്റിയ ഒരു സീറ്റിങ്ങും അതുപോലെ തന്നെ ഒരു കംഫർട്ടാണ് റോണിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. കാരണം ബാക്കിൽ ആ ഒരു മോണോഷോക്ക് ആണെങ്കിലും ഫ്രണ്ടിലെ സസ്പെൻഷൻ ആണെങ്കിലും ലോങ് ഡ്രൈവുകളിൽ നമുക്ക് വലിയ മടുപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കാണ് ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്ററും ആ ഒരു സീറ്റ് കംഫർട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് എത്ര ദൂരം വേണമെന്നുണ്ടെങ്കിലും വലിയ ക്ഷീണമോ കാര്യങ്ങളോ മടുപ്പോ ഒന്നും ഇല്ലാണ്ട് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാരക്ടറിനെ ഒന്ന് പുറമോട്ട് വലിക്കുന്നത് ഇതിൻ്റെ ഒരു എഞ്ചിൻ പെർഫോമൻസ് മാത്രമാണ്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. 225.9 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് 4 വാൽവ് SOHC എഞ്ചിനാണ് റോണിലിരിക്കുന്നത്. മാക്സിമം പവർ എന്ന് പറയുന്നത് 20.4 bhp ആണ്. അത് 7750 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 19.9 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് വരുന്നത് 3750 RPM. അപ്പോൾ ഈ ഒരു പവർ ബാൻഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ലോ ആൻഡ് മിഡ് റേഞ്ച് പെർഫോമൻസ് വരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലിരിക്കുന്നത്. എല്ലാ വേരിയൻറ്റുകളിലും എഞ്ചിൻ പവറും എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെ തന്നെയും സെയിം ആണ്. ആകെ നമ്മൾ നേരത്തെ പറഞ്ഞ വ്യത്യാസങ്ങൾ മാത്രമേ വാഹനത്തിൽ വരുന്നുള്ളൂ. ഇനി ഈ ഒരു എഞ്ചിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈവേ പെർഫോമൻസ് ആണ് ലാഗ് ചെയ്യുന്നത്. കാരണം സിറ്റി യൂസിനും അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണ്ടത്ര പവറും കാര്യങ്ങളും ഒക്കെ തന്നെ നല്ല എഫേർട്ട്ലെസ് ആയിട്ട് തരാനായിട്ട് സാധിക്കുന്ന ഒരു സ്മൂത്ത് എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. TVSൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഈ റോണിലിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും TVS കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഡെയിലി യൂസിലാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ്. നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഷിഫ്റ്റുകളാണ്. അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ച് ഓപ്പറേഷനുമാണ് വരുന്നത്. ഈ ഒരു ടോർക്കും പവറും ഏകദേശം ഒരേപോലെയാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഇതൊരു സ്ക്വയർഡ് എഞ്ചിനാണ്. കാരണം ഇതിൻ്റെ സ്ട്രോക്കും അതുപോലെ തന്നെ ബോറും സെയിം ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. നമുക്ക് 2 പേരെ വെച്ചുകൊണ്ടൊക്കെ ഏതൊരു റൈഡിങ് കണ്ടീഷനിലും എഫേർട്ട്ലെസ് ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും. ഫ്യൂൽ എഫിഷ്യൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 42 km to 46 up to 50 km/L ഒക്കെ മൈലേജ് തരാനായിട്ട് സാധിക്കുന്ന ഒരു എഞ്ചിനാണ് ഇതിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 14 ലിറ്ററിൻ്റെ മെറ്റൽ ഫ്യൂൽ ടാങ്കുമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജും ഈ ഒരു ടാങ്ക് കപ്പാസിറ്റിയും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് 400
450-500 കിലോമീറ്ററൊക്കെ തന്നെ ടാങ്ക് റേഞ്ചും കിട്ടും. അത് നമുക്ക് ലോങ് ട്രാവലിന് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇടയ്ക്കിടയ്ക്കുള്ള ഫ്യൂൽ സ്റ്റോപ്സ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വൺസ് ഫുൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 400 കിലോമീറ്റർ കഴിഞ്ഞ് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുള്ളൂ. പക്ഷേ ഹൈവേസിൽ നമുക്ക് ടോപ്പ് ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 90 km/h വരെയൊക്കെ ആയിരിക്കും. അതിന് മുകളിലേക്കൊക്കെ തന്നെ വണ്ടി കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. 80 to 90 വളരെ സ്മൂത്ത് ആയിട്ടുള്ള റീജിയനാണ്. ആ ഒരു സ്പീഡ്സിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഓൾ ഡേ ഓടിച്ചുകൊണ്ട് നടക്കാം വിത്ത് 46 km/L ഓഫ് മൈലേജ്. അപ്പോൾ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഹൈവേ റൺസ് നിങ്ങൾക്ക് അങ്ങനെ എൻജോയ് ചെയ്യാം. പക്ഷേ അതിന് മുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ കുറച്ച് നിരാശപ്പെടുത്തിയേക്കാം റോൺ എന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള ഡെയിലി യൂസിനും വളരെ കംഫർട്ടബിൾ ആണ് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഈ ഒരു എഞ്ചിൻ ലേറ്റസ്റ്റ് എമിഷൻ നോംസ് ആയിട്ടുള്ള OBD2B കംപ്ലൈൻറ്റ് കൂടിയാണ്. പിന്നീട് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, ഇതൊരു ഓയിൽ കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ ഇത് ഒരുപാട് ഓവർ ഹീറ്റ് ആയിട്ട് പ്രശ്നങ്ങളുണ്ടാകുമോ, കാലിലേക്ക് ചൂടടിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി കുറയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. എന്നാൽ അങ്ങനെയുള്ള ഒരു കാര്യവും നിങ്ങൾ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് പേടിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു ഹൈ റവിങ് എഞ്ചിനല്ല, ഹൈ പെർഫോമിംഗ് എഞ്ചിനല്ല, കൂടുതലും കമ്മ്യൂട്ടിങ്ങിനായിട്ടും എഫിഷ്യൻസിക്കും വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ RPM ബാൻഡ് എടുത്ത് നോക്കിയാൽ, ഒരു പവർ ബാൻഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ലോവർ എൻഡും മിഡ് റേഞ്ചിലുമാണ് ഇതിൻ്റെ പെർഫോമൻസ് വരുന്നത്. ആ ഒരു റീജിയനിൽ നമ്മൾ ഓടിക്കുന്ന സമയത്തേക്ക് ഒരിക്കലും ഇത് ഓവർ ഹീറ്റ് ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവുന്നില്ല. പിന്നെ ഇത് പുതിയത് എടുത്തിട്ട് എന്നോട് ഒത്തിരി പേര് മെസ്സേജായിട്ട് ചോദിച്ചിട്ടുണ്ട്, ബ്രോ വണ്ടി എടുത്തതേ ഉള്ളൂ പക്ഷേ കുറച്ച് ദൂരം ഓടിക്കുമ്പോൾ തന്നെ ഈ ടാങ്കിൻ്റെ പോർഷൻ ചൂടാവുന്നുണ്ട്, കാലിവിടെ വെക്കുമ്പോഴത്തേക്ക് ചൂടറിയുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. അങ്ങനെ സംശയമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ടോട്ടലി നോർമലാണ്. പുതിയ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഓടിയ എഞ്ചിനേക്കാളും ഇച്ചിരി കൂടെ ഓവർ ഹീറ്റ് ആവാനുള്ള ടെൻഡൻസി കാണിക്കാറുണ്ട്. അത് പക്ഷേ ഫസ്റ്റ് സർവീസ് കഴിയുന്നതോട് കൂടിയിട്ട് അത് സെറ്റിലാവും. അല്ലെങ്കിൽ തന്നെ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന റോൺ ആണെങ്കിലും ലോങ് ഞാൻ ഓടി കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞുള്ള ടാങ്കിൻ്റെ ഈ ഒരു പോർഷനൊക്കെ ഹീറ്റ് ആവും. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം മെറ്റൽ ആയതുകൊണ്ട് തന്നെ എഞ്ചിനിൽ നിന്നുള്ള ഹീറ്റ് ഇതിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് അതിങ്ങനെ ചൂടായിട്ട് തന്നെ നിൽക്കും. എന്നാൽ അത് നമുക്ക് അനോയിങ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ റൈഡിംഗ് ഗിയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അല്ലെങ്കിൽ കൂടി തന്നെ ഞാൻ ജീൻസ് ഉപയോഗിച്ച് ഓടിക്കുന്ന സമയത്ത് തന്നെ അതെനിക്ക് അങ്ങനെ വലിയൊരു സീനായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതിനും മാത്രം ചൂടാവുന്നില്ല. ടോട്ടലി നോർമൽ ആയിട്ടുള്ള ഒരു ഹീറ്റ് ഡെസിപ്പേഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ടാങ്ക് മെറ്റൽ ആയതുകൊണ്ടാണ് നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് ആരും കാണേണ്ട ആവശ്യമില്ല. ശരിക്കുള്ള ഹീറ്റിംഗ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ KTM ബൈക്സോ അല്ലെങ്കിൽ അതുപോലുള്ള ഹൈ പെർഫോമൻസ് ബൈക്സ് ഓടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എഞ്ചിൻ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്നുള്ളത്. ഇതുപോലെയുള്ള ഒരു 225cc ബൈക്കിൽ നിങ്ങൾ ആ ഒരു പ്രശ്നം സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓവർ ഹീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വിഷയവും ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നേരത്തെ ഉണ്ടായിരുന്ന അതേ ഓഫ്സെറ്റ് മീറ്റർ കൺസോളാണ് ഇപ്പോഴും റോണിന് കൊടുത്തിരിക്കുന്നത്. റൗണ്ട് ഡയലാണ്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു സ്ക്രാംബ്ലർ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മറ്റ് ഡിസൈൻ എലമെൻസുമായിട്ട് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ബേസ് വേരിയൻറ്റിലും മിഡിൽ വേരിയൻറ്റിലും നമുക്ക് സെയിം ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ടോപ്പ് വേരിയൻറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ആ ഒരു വോയിസ് അസിസ്റ്റ് പോലെയുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്ന കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു മീറ്റർ കൺസോൾ കിട്ടുന്നത്. എന്നാലും ഈ ഒരു മീറ്റർ കൺസോളും ഒട്ടും മോശമല്ല. നമുക്കിതിൽ ഫുൾ ഡിജിറ്റലായിട്ടാണ് കാണിക്കുന്നത്. സ്പീഡോമീറ്റർ ഉണ്ട്, ഓഡോമീറ്റർ ഉണ്ട്, 2 ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്, ഫ്യൂൽ റേഞ്ച് കാണിച്ചു തരും. അതായത് ഡിസ്റ്റൻസ് ടു MD. ഇനി ഇപ്പോൾ ടാങ്കിലുള്ള പെട്രോളും ഇപ്പോൾ വാഹനം തരുന്ന മൈലേജും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തോരം കിലോമീറ്ററും കൂടി ഇനി പോകാമെന്നുള്ളതാണ് ഡിസ്റ്റൻസ് ടു MD എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെയിൻ ആൻഡ് അർബൻ എന്നിങ്ങനെ 2 ABS മോഡ്സ് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ മഴയൊക്കെയുള്ള സമയമാണ്, നമുക്ക് റെയിനിലിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഡീഷണൽ സേഫ്റ്റി നമുക്ക് അതിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും. കാരണം മഴയത്ത് വെള്ളമുള്ള സർഫസിലൊക്കെ കുറച്ചും കൂടി ABS സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒട്ടും നമ്മൾ തെന്നി വീഴുന്നുള്ള പേടി വേണ്ട. അർബനിലിട്ട് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ലേറ്റായിട്ട് കിക്കിങ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനും സാധിക്കും. അങ്ങനെയാണ് 2 മോഡ്സ് കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഗിയർ പോസിൻ ഇൻഡിക്കേറ്ററും ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററും ഈ ഒരു മീറ്റർ കൺസോൾ നമുക്ക് കാണാൻ സാധിക്കും. 160 കിലോഗ്രാമോളമാണ് ഈ ഒരു വാഹനത്തിൻ്റെ കെർബ് വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ 181 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും. അപ്പം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം ഗട്ടറുള്ള റോഡുകളിൽ കൂടെ അല്ലെങ്കിൽ നല്ല സ്പീഡ് ബംസ് ഉള്ള ഏരിയാസിലൂടെയൊക്കെ ഓടിക്കുമ്പോഴാണെങ്കിലും അടി തട്ടും എന്നുള്ള പ്രശ്നമേ വേണ്ട. കാരണം പ്രത്യേകിച്ച് ഇതിനൊരു ബെല്ലി പാനും കൂടെ വരുന്നതുകൊണ്ട് ആളുകൾക്ക് ഒരു സംശയം തന്നാൽ ഇത് അടി തട്ടുമെന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരുമാതിരിപ്പെട്ട അല്ലെങ്കിൽ ഒരു 80% സിനേറിയോസിലും അടി തട്ടുന്ന പ്രശ്നമേ വരില്ല. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ 2 പേരെ വെച്ചിട്ടാണ് ഫുള്ളി ലോഡായിട്ടാണ് വണ്ടി പോകുന്നതെന്നുണ്ടെങ്കിലും അങ്ങനെ അടി തട്ടും എന്നുള്ള പേടി നിങ്ങൾക്ക് ഒരിടത്തും ആവശ്യമില്ല. ഇനി ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടോടെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. റോണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. കാരണം ഇത്രയും ലൗഡായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ വേറൊരു വണ്ടിയിലും കാണാൻ സാധിക്കില്ല.
ഇപ്പോൾ വണ്ടി തണുത്തിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു എഞ്ചിൻ ഒന്ന് ചൂടായി നമ്മളൊരു ഇച്ചിരി ലോങ് ഓടുന്ന സമയത്തൊക്കെ തന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാൻ ഭയങ്കര രസമാണ്. നല്ല മുഴക്കമുണ്ട്. വണ്ടിയിൽ ഇരിക്കുന്ന ആളുകൾക്കും പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും നല്ല ആ ഒരു മുഴക്കം ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നല്ല പൊട്ടലും കാര്യങ്ങളൊക്കെ തന്നെ എക്സോസിൻ്റെ ഭാഗത്തു നിന്നും വരും. എക്സോസ്റ്റ് നോട്ട് നിങ്ങളുടെ ഒരു വലിയ കൺസേൺ ആണ് ഒരു വണ്ടി വാങ്ങിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പുതിയ 2025 മോഡൽ TVS റോണിൻ്റെ ബേസ് വേരിയൻറ്റിനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഈ ഒരു വണ്ടി ആർക്കൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡെയിലി യൂസിന് നിങ്ങൾക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എന്നാൽ ഒട്ടും പവർ ലാഗോ അല്ലെങ്കിൽ പവർ പോരല്ലോ എന്നൊന്നും തോന്നാത്ത രീതിക്ക് പെർഫോമൻസ് തരുന്ന ഒരു നല്ല മോട്ടോർ സൈക്കിളാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മോഡലാണ് TVS റോണിൻ. കാരണം ഞാൻ പറഞ്ഞതുപോലെ നല്ല മൈലേജും തരുന്നുണ്ട്. അതുപോലെ തന്നെ 2 പേരെ വെച്ചുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ റൈഡിങ് കണ്ടീഷനിലും എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഓടിച്ചുകൊണ്ട് നടക്കാനും സാധിക്കുന്ന മോട്ടോർ സൈക്കിളാണ്. കംഫർട്ടിൻ്റെ കാര്യത്തിൽ നല്ല കംഫർട്ട് തരുന്നതാണ്. നിങ്ങൾക്ക് ആ സീറ്റിംഗ് പോസ്റ്റർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നിവർന്നിരുന്ന് തന്നെ നമുക്ക് ഓടിക്കാം. അതുകൊണ്ട് തന്നെ നടുവിൻ്റെ പ്രശ്നം വരിക അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രായമായ ആളുകൾക്കാണെങ്കിൽ കൂടിയും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ഇത് നിങ്ങൾ എടുക്കേണ്ടതിൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റാണ് ഇതിൻ്റെ പ്രൈസ്. ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,71,800 രൂപയിൽ തുടങ്ങി 1,74,800 രൂപയിലേക്കാണ് ഇതിൻ്റെ ഓൺ റോഡ് കോട്ടയം പ്രൈസ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൈസിന് ഒരു 225 cc ബൈക്കാണ് നിങ്ങൾ വാങ്ങുന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് നോർമലി 160 അല്ലെങ്കിൽ 180 200 cc മോട്ടോർ സൈക്കിൾസിൻ്റെ പോലും പ്രൈസ് റേഞ്ച് ആണ്. അതായത് ഇപ്പോൾ NS200 പോലെയുള്ള വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും മുകളിലേക്ക് പ്രൈസ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ സിമിലർ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും CC കുറഞ്ഞ, കപ്പാസിറ്റി കുറഞ്ഞ, ഫീച്ചേഴ്സ് കുറഞ്ഞ മോട്ടോർ സൈക്കിളുകളായിരിക്കും. അപ്പം ആ ഒരു പ്രൈസ് ആസ്പെക്റ്റാണ് ഈ ഒരു റോണിൻ്റെ ബേസ് വേരിയൻറ്റിനെ ഇത്രയധികം പോപ്പുലർ ആക്കുന്നതും കൂടുതൽ ആളുകൾക്ക് വാല്യൂ ഓഫർ ചെയ്യുന്നതായിട്ട് വരുന്നത്. ഇനി പ്രൈസ് നിങ്ങൾക്കൊരു വിഷയമല്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കാഴ്ചയിൽ കളർഫുൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ മിഡിൽ വേരിയൻറ്റോ ടോപ്പ് വേരിയൻറ്റോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്, കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. എന്നാൽ കമ്പാരിറ്റീവ്ലി ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസം വരുന്നില്ല ഈ 2 മോഡൽസ് തമ്മിൽ. ഡുവൽ ചാനൽ ABS നിങ്ങളുടെ ഒരു കൺസേൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിഡിലോ ടോപ്പോ നോക്കുക. എന്നാൽ ഡുവൽ ചാനൽ ABS നിങ്ങൾക്കൊരു വിഷയമല്ലെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി ആയിട്ട് ഫീൽ ചെയ്യുന്നതും വാല്യൂ ഫോർ മണി ഓഫർ ചെയ്യുന്നതും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ 2025 TVS റോണിൻ്റെ ബേസ് വേരിയൻറ്റിനെ പറ്റി തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വണ്ടി വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന പലർക്കും അതൊരു നല്ല കാര്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ താമസിക്കാണ്ട് തന്നെ ഇത് വണ്ടി ഇറങ്ങി കുറച്ച് ആളുകളൊക്കെ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ TVS റോഡ് നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കോട്ടയം TVSൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് റൈഡ് ചെയ്യാം, വണ്ടി നേരിട്ട് കാണാം, അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ തന്നെ മുന്നോട്ടേക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ കാണുന്നതിൽ 80% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നോക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നത് ഇസ്മി നിസിം സാനിക.